ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാനിവിടെ സുഖമായിരിക്കും, അൽഹംദുലില്ലാ. ഇതൊരു കായ്പോള ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഒരു മിക്സിൻ്റെ ജാറെടുത്ത് അതിൽ വേണ്ടി നമുക്ക് എത്ര ആവശ്യം അത്ര പഞ്ചാര എടുത്ത്, പിന്നെ മുട്ട എടുത്ത് 2-3 മുട്ട എടുക്കണം. പിന്നെ കുറച്ച് ഏലത്തിരി ഇട്ടിട്ട് പാൽപ്പൊടിയും ഇട്ട് പാലും ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അവിടെ ഒരു സൈഡ് വെച്ചിട്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമെല്ലാം എടുത്തിട്ട് നെയ്യിൽ കുറച്ച് വറുത്തെടുക്കാൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അതേ എണ്ണയിൽ തന്നെ നമ്മൾ 4 പഴം എടുത്തിട്ടുണ്ട്, നീന്ത്രങ്ങായി പഴം. അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേ നെയ്യിൽ തന്നെ അതിനെ വരട്ടിയെടുക്കാം. പിന്നെ നമ്മൾ മുട്ടയും പഞ്ചസാരയും പാലും അടിച്ചിട്ട് മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ടില്ലേ, ആ കൂട്ടിലേക്ക് ഈ പഴത്തിന് കുറച്ച് തണുത്തതിന് ശേഷം അതിലിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ ഒരു ഫ്രൈ പാൻ വെച്ച് കുറച്ച് നെയ്യ് വെച്ച് നമ്മൾ ഈ മിക്സാക്കിയ കൂട്ടിന് അതിൽ ഒഴിച്ചിട്ട് ഞാൻ ഇപ്പെല്ലാം വറുത്ത് വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് അതിന് ഇതിൻ്റെ മേലെ ഇടാം. ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഒരു കയ്യിൽ ഉണ്ടാക്കുന്ന സാധനമെല്ലാം ഒഴിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കഷ്ടമാകുന്നുണ്ട്, ഫോൺ ഒരു കയ്യിൽ പിടിക്കുന്നുണ്ടല്ലേ. പിന്നെ ഹെൽപ്പാക്കാൻ ആരും ആളില്ല, ഞാനേ ആക്കണം. പിന്നെ ഫാത്തിമക്ക് വേറെല്ലാം പണി ഇരിക്കുന്നു, കിടാൻ നോക്കാനിരിക്കുന്നു. അതിനവർക്ക് ക്യാമറ പിടിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ അവ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇതിലേക്ക് ഒന്നിനും അവരായില്ല, ഞാൻ തന്നെ ഇതിൻ്റെ ആൾ. കുറേ ആൾ പറയുന്നുണ്ട് ഫാത്തിമക്ക യൂട്യൂബ് ചാനലുള്ളതെന്നും. അല്ല, എനിക്ക് തന്നെ ഉള്ളത്. പിന്നെ ഞാനൊരു മന്തി ഉണ്ടാക്കി. ഒരു ക്യാപ്സിക്കം എടുത്ത്, പിന്നെ ഒരു ഉള്ളി എടുത്ത്, തക്കാളി എടുത്ത്, 2 ചിക്കൻ ക്യൂബ്സ് എടുത്ത്, പിന്നെ നമ്മൾ ചിക്കൻ വൃത്തിയാക്കിയതും ഇട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുരുമുളക് പൊടി ഇടിയും ഇടാം, കുരുമുളക് പൗഡറും ഇടാം. ഞാൻ പൊടിയും ഇട്ടിട്ടുണ്ട്, പിന്നെ ഇടിയും ഇട്ടിട്ട് ഇതെല്ലാം മിക്സാക്കി ഒരു സൈഡ് വെക്കും. പിന്നെ നമ്മളെ മന്തി റെഡിയായി. ചോറ് മുന്നേ തന്നെ വാർത്തിട്ട് വെച്ചിട്ടുണ്ടായി. ഈ മസാല കുറച്ച് വേവിച്ചിട്ട് പിന്നെ ഈ നമ്മൾ ചോറ് വേവിച്ചതിനെ ഇട്ട്, പിന്നെ അതിൻ്റെ മേലിൽ ഒരു ചാർക്കോളും കത്തിച്ചിട്ട് വെച്ച് കുറച്ച് മുളക് കുത്തിയിട്ട് വെച്ച് അങ്ങനെ നമ്മൾ മന്തി റെഡിയായി. പിന്നെ ഇത് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയത്, ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയത്. ഇത് ആങ്ങളെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടു തന്നു, അതിനെല്ലാം വെക്കുന്നവിടെല്ലാം വെച്ച്. ഇത് ആങ്ങളെ രാവിലെ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടു തന്നത്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് പറയാത്ത നോമ്പ് തുറക്കാൻ വന്നു.
അങ്ങനെ കൂടുതലൊന്നും ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ട ഞങ്ങൾ ഇങ്ങനെ അവൻ വരുന്നത് എനിക്കറിയില്ല അല്ലേ ഞങ്ങളെ വരുന്നത് ഞങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയത് തന്നെ അവൻ കഴിച്ച് പോയി. ഇനി വരുന്ന പറഞ്ഞെങ്കിൽ കുറേ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ പറയാത്ത വന്നായിരിക്കും. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങളെല്ലാവരും നോമ്പ് തുറന്നു. പിന്നെ ഞാൻ കുറച്ച് മന്തിയും വെച്ച് ഞങ്ങളെ മന്തിയൊന്നും വേണ്ടായിട്ട് കാല് നോമ്പ് തുറന്നിട്ട് അവൻ പോയി, നിസ്കരിച്ചിട്ട് അവൻ പോയി. ഇത്ര തന്നെ ഇന്നത്തെ വിഷയം, ഇത്ര തന്നെ മക്കളെ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോയുമായി വരാം.